നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് തടയിടുന്നത് ആര് എന്ന ചോദ്യം പലപ്പോഴായി പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. 1980 രൂപം കൊണ്ട ബി.ജെ.പി 43 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയാത്തത് കേരളത്തിലെ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കി ബി.ജെ.പിയെ നയിക്കാൻ നല്ലൊരു നേതൃത്വം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതു തന്നെയാണ്. ബി.ജെ.പിയുടെ മാതൃസംഘടനയായ RSS കേരള ഘടകം പോലും ബി.ജെ.പിയെ ഒരു കറവപ്പശുവായാണ് കണ്ടത്. കേരളത്തിൽ ഇതുവരെ ബി.ജെ.പിക്ക് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ഓരോ ബൂത്തിലും കൃത്യമായി ഗൃഹസമ്പർക്കം നടത്തുന്നതിനും ഓരോ വീട്ടിലെയും വോട്ടർമാരുടെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. സംഘടനാ പ്രവർത്തനം എന്തെന്ന് മനസ്സിലാക്കിയ നേതാക്കൾ ഇതുവരെയും കേരളത്തിൽ ബി.ജെ.പിയെ നയിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ അവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുമില്ല. ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും സജീവ അംഗങ്ങളെ ചേർത്ത് ഒരു വാട്സാപ്പ് രൂപീകരിക്കുന്നതിന് പോലും കേരളത്തിൽ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം. വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിച്ച് ബി.ജെ.പിയുടെ വളർച്ചയെ തടയാൻ എതിരാളികൾ ശ്രമിച്ചപ്പോഴും കേരളത്തിലും സ്വാഭാവികമായ വളർച്ച നേടിയെടുക്കുന്നതിന് ബി.ജെ.പിക്ക് കഴിഞ്ഞു. കേരളത്തിൽ ബി.ജെ.പിയെ നയിച്ച ഒരു നേതാവിന് പോലും ബി.ജെ.പിയെ വളർത്താൻ ലഭിച്ച സുവർണാവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ തന്നെ പരസ്പരം പാരവെച്ച അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. കേരളത്തിൽ 2 തവണ തുടർച്ചയായി സംസ്ഥാന അധ്യക്ഷനായ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമാണ് 2010 ശേഷം കാലാവധി തികയ്ക്കുന്നതിന് കഴിഞ്ഞത്. ഇവർക്കിടയിൽ വന്ന കുമ്മനം രാജശേഖരനെയും PS ശ്രീധരൻ പിള്ളയെയും പരമാവധി ദ്രോഹിച്ച വി മുരളീധരനും കെ സുരേന്ദ്രനും സമാധാനപരമായി ബി.ജെ.പിയെ വളർച്ചയിലേക്ക് നയിക്കുന്നതിന് അനുവദിച്ചില്ല. വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് കേരളത്തിൽ ബി.ജെ.പി വളർന്നതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ബി.ജെ.പി ദേശീയ അധ്യക്ഷനുമായ ശേഷം രാജ്യത്തുടനീളം ബി.ജെ.പിക്കുണ്ടായ വളർച്ച ബി.ജെ.പി നേതൃത്വവും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനം മൂലമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും ബി.ജെ.പി ദേശീയ നേതൃത്വത്തിനും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ വളർത്തിയത് ബി.ജെ.പിയെയല്ല, ബി.ജെ.പിയിൽ മുരളി പക്ഷം എന്ന പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതോടെ ബി.ജെ.പി മുൻ അധ്യക്ഷൻ PK കൃഷ്ണദാസിന്റെ പേരിൽ കൃഷ്ണദാസ് പക്ഷവും നിലവിൽ വന്നു. ഇത് കെ സുരേന്ദ്രൻ അധ്യക്ഷ പദം ഏറ്റെടുത്തപ്പോൾ തന്നെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. താൻ കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിയുമ്പോൾ സുരേന്ദ്രൻ പക്ഷം എന്നൊരു ഗ്രൂപ്പ് ഇനി ഉണ്ടാകില്ല എന്നാണ് അന്ന് സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ബി.ജെ.പിയെ ജാതി പാർട്ടിയാക്കി മാറ്റുന്നതിന് വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം BDJS രൂപീകരിച്ച ബി.ജെ.പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അതായത് NDA ഘടകകക്ഷിയാക്കിയെങ്കിലും സ്വന്തം സമുദായത്തെ തന്നെ വഞ്ചിച്ച മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ എന്ന കള്ളുകച്ചവടക്കാരനെ വരുതിയിലാക്കാൻ കഴിഞ്ഞില്ല. ചോറിവിടെയും കൂറവിടെയും എന്നതായിരുന്നു BDJSന്റെ അവസ്ഥ. NDA ഘടകകക്ഷിയായ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധം സ്ഥാപിച്ച മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലും തമിഴ് പുലികളുമായുള്ള ബന്ധത്തിന്റെ പുറത്തും അച്ഛൻ നടേശനെ സംരക്ഷിക്കുന്നതിന് ശ്രമിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനുമായുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെ തന്റെ മകനും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി ദുബായിൽ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിയായപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ രഹസ്യമായി പിണറായി വിജയന് 19 കോടി രൂപയ്ക്ക് വിറ്റതിനാലാണ് പിണറായി വിജയന്റെ വിശ്വസ്തനും പങ്കാളിയുമായ ലുലു മുതലാളി തുഷാർ വെള്ളാപ്പള്ളിയെ രക്ഷിക്കാൻ തയ്യാറായത്. ലാവ്ലിൻ കേസിൽ നിന്നും കരിമണൽ മാസപ്പടി കേസിൽ നിന്നും തനിക്കും തന്റെ മകൾ വീണയ്ക്കും രക്ഷ നേടാൻ EP ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ വഴി ബി.ജെ.പിക്ക് വിൽക്കാൻ ശ്രമിച്ചതും ഇതേ വെള്ളാപ്പള്ളി നടേശന്റെ ഉപദേശമനുസരിച്ച് തന്നെയാണ്. പാറമട പിരിവുകളും തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പും കുഴൽപ്പണ കൊള്ളയും നടത്തിയവരെയും ഭരണത്തിലിരുന്ന കേരളത്തെ കൊള്ളയടിക്കുന്ന ഭരണാധികാരികളെയും പരസ്പരം സംരക്ഷിക്കുന്നതിനുള്ള കച്ചവട രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ കേരള BJP നേതൃത്വവും CPM-ഉം ഇവിടെ നടത്തുന്നത്.
ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരള BJPയെ വളർത്താൻ ലഭിച്ച സുവർണാവസരങ്ങൾ നഷ്ടപ്പെടാൻ കേരള BJP നേതൃത്വം തയ്യാറായതിന് കാരണം. കേരളത്തിൽ സർക്കാരുണ്ടാക്കി മന്ത്രിയാകുന്നത് സ്വപ്നം കാണാൻ പോലുമുള്ള കരുത്ത് കേരളത്തിലെ BJP നേതാക്കൾക്കില്ല എന്ന് പറയുന്നതാകും ശരി. ഒരു നിയമസഭാ പ്രതിനിധി പോലുമില്ലാത്ത പാർട്ടി ഭാരവാഹിയായി ഇതാണ് ചെയ്യുന്നതെങ്കിൽ മന്ത്രിയായി 5 വർഷം കാലാവധി പൂർത്തിയാക്കാനൊന്നും കേരളത്തിലെ BJP നേതാക്കൾക്ക് കഴിയില്ല. അതിനു മുൻപ് തന്നെ കേരളത്തിലെ ജനങ്ങൾ BJP സർക്കാരിനെയും BJP മന്ത്രിമാരെയും ചവിട്ടി പുറത്താക്കും. കേരള BJP സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ പൂർണ്ണമായും മാറ്റി പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ട BJPയുടെ വിശ്വാസ്യതയും പ്രതിച്ഛായയും വീണ്ടെടുക്കാൻ കഴിയൂ. BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരായിരുന്ന KR ഉമാകാന്തനും M ഗണേശനും മുരളി പക്ഷത്തിന്റെ എല്ലാ കളികൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും എല്ലാ പിന്തുണയും നൽകി പങ്കാളികളായി ഇരുന്നവരാണ്. BJP ദേശീയ നേതൃത്വത്തിന് കള്ള റിപ്പോർട്ടുകൾ നൽകി കേരള BJPയെ അട്ടിമറിച്ചതും കേരളത്തിലെ സംഘടനാ സെക്രട്ടറിമാരും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയും ചേർന്നാണ്. BJP ദേശീയ നേതൃത്വത്തിന് കേരള BJPയും കേരളത്തിലെ സംഘടനാ സെക്രട്ടറിമാരും നൽകിയ കള്ള റിപ്പോർട്ടുകൾ ഒരന്വേഷണവും നടത്താതെ ശരിവെച്ച ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് കേരള BJP നേതൃത്വത്തെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. BJPയെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നതിന് RSS നിയോഗിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നുവെങ്കിൽ BJPയെ തന്നെ ഇല്ലാതാക്കുന്നതിനല്ലേ ഇടവരുത്തുക? ഭാരതത്തിന്റെ പല ഭാഗത്തും അരങ്ങേറുന്ന വർഗീയ കലാപങ്ങളിലും ഇവരുടെ കറുത്ത കരങ്ങൾ തന്നെയാണെന്നതിനും വ്യക്തമായ തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളതായാണ് വിവരം. കേരള BJP നേതൃത്വത്തിന്റെ തട്ടിപ്പുകൾ ചോദ്യം ചെയ്യുന്ന BJP പ്രവർത്തകരെ പുറത്താക്കുന്നതിനും മാറ്റി നിർത്തുന്നതിനും എല്ലാ പിന്തുണയും നൽകി വന്നിരുന്ന മേഖലാ സംഘടനാ സെക്രട്ടറിമാർ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആരോപണം ഉന്നയിക്കുന്ന BJP പ്രവർത്തകരെ ആക്രമിച്ച് നിശബ്ദരാക്കി. എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിനും കേരള BJPയെ പിടിച്ചടക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2010 മുതൽ കേരള BJPയെ നയിച്ച നേതാക്കളുടെയും സംഘടനാ ജനറൽ സെക്രട്ടറിമാരുടെയും ഇന്നത്തെ ആസ്തി അന്വേഷിച്ചാൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ലഭിക്കുക എന്നതിൽ സംശയമില്ല. നന്ദി.